നമ്മുടെ കൗമിന്റെ ഇടയിലുള്ളൂ. ഒരു കല്യാണത്തിന് ഒരാൾക്ക് തിന്നാനുള്ള ചോറ് കൊടുത്താ പോരെ? നിങ്ങൾ ചിന്തിക്കണം, ഒരു കല്യാണത്തിന് ഒരാൾക്ക് തിന്നാനുള്ള ചോറ് കൊടുത്താ പോരെ? ഒരാൾക്ക് എന്തിനാ 1500 റുപ്യയുടെ ചോറ്? ഇപ്പം തിന്നോ? പെർ ഹെഡ് 1500 റുപ്യ. എന്നാൾ പോയി ഒരു കല്യാണത്തിന്, അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ തിന്നാലും തിന്നതിലും 1500 അയാളുടെ പോയി. പ്ലേറ്റ് വലിച്ചാ മതി, ഒരു പ്ലേറ്റ് ചിക്കൻ, മട്ടൻ, ബീഫ്, പൊരിച്ചത്, കരിച്ചത്, തൂളിയത്, മരിച്ചത്, മറിച്ചത്, ഒരു 52 ഐറ്റം. എന്തടാ ഇവൻ തെച്ചാല ഇതൊക്കെ വാരി വെച്ച് കയറ്റാൻ? എന്തിനാ സുഹൃത്തെ 1500 റുപ്യയുടെ ഫുഡ്? ഒരു മനുഷ്യൻ എത്ര തിന്നാൻ പാടുള്ളൂ? ഉച്ചതങ്ങള് കണ്ടതൊക്കെ വാരി വെച്ച് തിന്നാ? ഒരു മനുഷ്യന്റെ തിന്നണേന് റസൂലുള്ള നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര കൂടി തിന്നാ? എത്ര തിന്നാ? മനുഷ്യന്റെ വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ഫ്രീ. അത് മട്ടനായാലും ചിക്കനായാലും ബിരിയാണി ആയാലും മന്തി ആയാലും കുഴിമന്തി ആയാലും ഏതായാലും ഇത്രേ പാടുള്ളൂ കേട്ടോ. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1 ഭാഗം ഫ്രീ. അങ്ങനെയാണ് നീ ഭക്ഷണം കഴിച്ചതെങ്കിൽ നിനക്ക് കുടലിന് ക്യാൻസർ ഇല്ല, നിന്റെ കുടലിന് മാരകമായ രോഗമില്ല, നിനക്ക് ഗ്യാസൈറ്റിസിന്റെ അസുഖമില്ല കേട്ടോ. ഇസ്ലാമിന്റെ ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യണം.